connected to another person, place or thing. ഒരു ക്ലോസ് റിലേഷൻഷിപ്പ് എന്നാൽ ഒരു സ്റ്റേറ്റ് ഓഫ് ബീയിങ് കണക്റ്റഡ് ടു എ പേഴ്സൺ, പ്ലേസ് ഓർ തിങ്. ഒരു പ്ലേസിനോടോ വ്യക്തിയോടോ ഉള്ള ഒരു അടുപ്പം. അതാണ് പോസിറ്റീവ് സൈക്കോളജിയിൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. മറ്റുള്ളവരുമായിട്ട് ഒരു നല്ല ബന്ധം സ്ഥാപിക്കലാണ് പോസിറ്റീവ് സൈക്കോളജിയിൽ റിലേഷൻഷിപ്പ്. ഈ റിലേഷൻഷിപ്പിനെ പറ്റി ഫാദർ ഓഫ് സൈക്കോളജി മാർട്ടിൻ സെലിഗ്മാൻ്റെ മോഡൽ ഓഫ് പെർമയിലും പറഞ്ഞിട്ടുണ്ട്. റിലേഷൻഷിപ്പ് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്കിനി ക്ലോസ് റിലേഷൻഷിപ്പിൽ എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് നോക്കാം. ട്രസ്റ്റ് ഉണ്ടാവണം, പിന്നെ നോളജ്, കെയർ, ഇന്റർഡിപെൻഡൻസ്, കമ്മിറ്റ്മെന്റ് ആൻഡ് ഇൻറ്റിമസി. ഒരു ക്ലോസ് റിലേഷൻഷിപ്പിന്റെ സവിശേഷതകളാണ് വിശ്വാസം. പിന്നെ നമ്മൾക്കെല്ലാം ഒരു വിശ്വാസമുള്ള വ്യക്തികളായിരിക്കണം നമ്മളുടെ ക്ലോസ് റിലേഷൻഷിപ്പിൽ വരേണ്ടത്. പിന്നെ നോളജ്, അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾക്കൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവണം, അവരെ പ്രിഫറൻസസ് അറിഞ്ഞിരിക്കണം. പിന്നെ കെയർ, concern and responsibility for each other. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഉത്തരവാദിത്വ ബോധവും പിന്നെ കോൺസേൺ, പരിഗണനയും കെയറൊക്കെ ഉണ്ടായിരിക്കണം. പിന്നെ അതേപോലെ ഇന്റർഡിപെൻഡൻസ്, ഫീലിംഗ് സെൻസ് ഓഫ് യൂണിറ്റി ആൻഡ് ബിലോങ്ങിങ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു റിലൈങ് ഈച്ച് അതർ, ഇമോഷൻ ആൻഡ് സപ്പോർട്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സപ്പോർട്ട് ഉണ്ടായിരിക്കണം, ഇമോഷണൽ സപ്പോർട്ട്. പിന്നെ ദുഃഖത്തിലും സുഖത്തിലൊക്കെ കൂടെ ഉണ്ടായിരിക്കണം, അത് കമ്മിറ്റ്മെന്റ്. പിന്നെ ഇമോഷണൽ കണക്ഷൻ ഉണ്ടായിരിക്കണം, ഷെയറിങ് ഓഫ് തോട്ട്സിലും ഫീലിങ്സിലൊക്കെ, അത് ഇൻറ്റിമസി. ഈ സവിശേഷതകളൊക്കെ ഒരു ക്ലോസ് റിലേഷൻഷിപ്പിൽ ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത് പോസിറ്റീവ് സൈക്കോളജിയിൽ. ഒരു പോസിറ്റീവ് സൈക്കോളജിയിൽ 2 ടൈപ്സ് ഓഫ് റിലേഷൻഷിപ്പ് പറയുന്നുണ്ട്. അതിലൊന്നാമത്തതാണ് പ്ലാറ്റോണിക് ഫ്രണ്ട്ഷിപ്സ്. പ്ലാറ്റോണിക് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ അതൊരു നോൺ റൊമാൻറ്റിക് ഇന്റലക്ച്വൽ കണക്ഷൻ ബിറ്റ്വീൻ പീപ്പിൾ ആണ്. പിന്നെയുള്ളതാണ് റൊമാൻറ്റിക് റിലേഷൻഷിപ്പ്. അതൊരു സ്ട്രോങ് ഫീലിംഗ് ഓഫ് ലവ്, അഫെക്ഷൻ. അത് കൂടുതലും ക്യാരക്ടറൈസ്ഡ് ബൈ സെക്സ് ആൻഡ് പാഷൻ. പോസിറ്റീവ് സൈക്കോളജി പറയുന്നത് ഒരു റിലേഷൻഷിപ്പിൽ ഹാപ്പിനെസ് ഉണ്ടായാൽ അയാളുടെ എല്ലാ ജീവിത മേഖലകളിൽ, മറ്റു മേഖലകളിലൊക്കെ അയാൾക്ക് ഹാപ്പിനെസ്സും വെൽബീയിങ് ഉണ്ടായിരിക്കും. അയാൾ അൺഹാപ്പി ആണെങ്കിൽ, റിലേഷൻഷിപ്പിൽ അൺഹാപ്പി ആണെങ്കിൽ അവർക്ക് എന്നും ഫ്രസ്ട്രേഷൻസ് ആയിരിക്കും, നിരാശയായിരിക്കും ജീവിതത്തിൽ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് പോസിറ്റീവ് സൈക്കോളജി പറയുന്നത്. ക്ലിയർ ആണോ? യെസ് മാം, ക്ലിയർ ആണ്. നിങ്ങൾ പറഞ്ഞു, കുഴപ്പമില്ല. നെക്സ്റ്റ് നമുക്ക് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ലവ്. അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ലവ് 2 തിയറിയാണ് പോസിറ്റീവ് സൈക്കോളജിയിൽ പറയുന്നത്, ലവ് തിയറീസ്. ഒരെണ്ണം സ്റ്റെൻബർഗ്സിന്റെ ട്രയാങ്കുലർ തിയറി ഓഫ് ലവ്. അക്കോർഡിംഗ് ടു ദിസ് തിയറി, എ റിലേഷൻഷിപ്പ് ഹാസ് 3 മേജർ കമ്പോണൻസ്. അത് 3 കമ്പോണൻസ് ഉണ്ട് ലവ് തിയറിയിൽ: ഇൻറ്റിമസി, പാഷൻ ആൻഡ് കമ്മിറ്റ്മെന്റ്. അത് സ്റ്റെൻബർഗ് ഇലിസ്ട്രേറ്റ് ചെയ്തേക്കുന്നത് ഒരു 3 ട്രയാങ്കിൾ. ആ ട്രയാങ്കിളിൽ 3 കോർണേഴ്സിൽ 3 കമ്പോണൻസ്. ഈ ട്രയാങ്കിളിന്റെ പ്രത്യേകത അതൊരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ്. അപ്പോൾ ഈ 3 കമ്പോണൻസും ഈക്വൽ ആയിരിക്കണം 3 സൈഡിലും. അപ്പോൾ ആ 3 കമ്പോണൻസ് 3 സൈഡിലും ഉണ്ട്: ഇൻറ്റിമസി, പാഷൻ ആൻഡ് കമ്മിറ്റ്മെന്റ്. ഇൻറ്റിമസി മാത്രമുള്ളൊരു റിലേഷൻഷിപ്പ്, അതാണ് ഒരു ഫീലിംഗ് ഓഫ് ക്ലോസ്നെസ് ആൻഡ് ബോൾഡ്നെസ്. അതിന് നമ്മൾക്ക് ഇമോഷണൽ കമ്പോണൻറ്റ് എന്ന് പറയാം. ഇൻറ്റിമസി മാത്രം ഉണ്ടെങ്കിൽ അതൊരു ലൈക്കിങ് ഒരു ലോങ് ടേം ഫ്രണ്ട്ഷിപ്പാണത്, ലൈക്കിങ്. പിന്നെ ഒരു പാഷൻ മാത്രമാണെങ്കിൽ അതിന് നമ്മൾ പറയാം ഇൻഫാച്വേറ്റ്. അത് എക്സാമ്പിൾ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്, അതിൽ പാഷൻ ഉള്ളി. പിന്നെ എംപ്റ്റി ലവ്, ഓൺലി കമ്മിറ്റ്മെന്റ്, അത് ഫീലിംഗ് ഡിസ്കണക്റ്റഡ്. അതിൽ പാഷനോ ഇൻറ്റിമസിയോ ഉണ്ടായിരിക്കില്ല. ഈ 3 കമ്പോണൻസ് അല്ലാതെ അദ്ദേഹം ഈ 2 കമ്പോണൻസ് കമ്പൈൻ ചെയ്തിട്ട് ഒരു 7 ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പും പറയുന്നുണ്ട്. ആ 7 ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പിൽ ഒരെണ്ണമാണ് ലൈക്കിംഗ്.
അത് ലോങ് ടേം ഫ്രണ്ട്ഷിപ്പ്. പിന്നെ ഇൻഫാച്വേറ്റ്, അതൊരു പാഷൻ മാത്രമുള്ളത്. എംപ്റ്റി ലവ്, അത് കമ്മിറ്റ്മെന്റ് മാത്രമുള്ളത്. പിന്നെ കോമ്പിനേഷൻ ആയിട്ട് വരുന്നതാണ് റൊമാൻറ്റിക് ലവ്. അതിൽ പാഷനും ഇൻറ്റിമസിയും കൂടി ഒരുമിച്ചിട്ടാണ്. അത് കൂടുതലും ഫിസിക്കൽ ആൻഡ് ഇമോഷണൽ ബോണ്ടിങ്. പിന്നെ ഇൻറ്റിമസിയും കമ്മിറ്റ്മെന്റും കൂടി വരുന്നതാണ് കമ്പാനിയനേറ്റ് ലവ്. അത് കൂടുതലും ലോങ് ടേം ഫ്രണ്ട്ഷിപ്പിലാണ് വരുന്നത്. പിന്നെ ഫാച്വസ് ലവ്, അത് പാഷൻ ആൻഡ് കമ്മിറ്റ്മെന്റ്, സ്ട്രോങ് ഫിസിക്കൽ അട്രാക്ഷൻ വിത്തൗട്ട് ഇൻറ്റിമസി. അപ്പോൾ രണ്ടെണ്ണം കമ്പൈൻ ചെയ്തിട്ട് ഏതെങ്കിലും ഒരെണ്ണം മിസ്സിങ് ആയിരിക്കും ഈ ഒരു ടൈപ്പ് ഓഫ് ലവ്. ഇതിൽ ഏറ്റവും ഐഡിയൽ റിലേഷൻഷിപ്പ് എന്ന് നമ്മൾ പറയുന്നത് കൺസ്യൂമേറ്റ് ലവ്. അതിൽ 3 കമ്പോണൻസ് ഉണ്ടാകും. അത് പാഷൻ പ്ലസ് ഇൻറ്റിമസി പ്ലസ് കമ്മിറ്റ്മെന്റ്. ഇതാണ് ഒരു കംപ്ലീറ്റ് ഫോം ഓഫ് ലവ് എന്ന് പറയപ്പെടുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ക്ലിയർ ആണ്. നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചൊരു കോൺസെപ്റ്റ് ആണല്ലോ അല്ലേ? യെസ്. അതിലൊരു ഒന്നുകൂടി ട്രയാംഗുലർ ഒരു എക്സ്പ്ലെയിൻ ചിത്രം ചെയ്യണോ? കേട്ടില്ല. വേണ്ട. ഓക്കെ. കണ്ടിന്യൂ ചെയ്യാം. നെക്സ്റ്റ് വേറൊരു ലവ് റിലേഷൻഷിപ്പുള്ള തിയറി ഓഫ് ലവ് ആണ് ജോൺ ലേയുടെ തിയറി ഓഫ് ലവ് എന്ന് പറയാം. അല്ലാതെ അതിന് കളർ ഓഫ് വീൽ തിയറി ഓഫ് ലവ് 1977 ലീയുടെ ഒരു ലവ് തിയറിയാണത്. അത് 3 പ്രൈമറി സ്റ്റൈൽസ് ഉണ്ട്: എറോസ്, ലോഡസ് ആൻഡ് സ്റ്റോജ്. ആ എറോസ് ഒരു പ്രൈമറി കളേഴ്സിനെ ഇത് ചെയ്തിട്ടാണ്, റെപ്രസെന്റ് ചെയ്തിട്ടാണ്. എറോസ് റെഡ് കളർ, ലോഡസ് ഓറഞ്ച് കളർ, സ്റ്റോജ് യെല്ലോ കളർ. അപ്പോൾ ഓരോന്നിനും ഇപ്പോൾ എറോസ് ആണെങ്കിൽ അതൊരു പാഷനേറ്റ് റൊമാൻറ്റിക് ലവ് ആയിരിക്കും. ലോഡസ് ഒരു പ്ലേഫുൾ ലവ് ആയിരിക്കും. സ്റ്റോജ് ഒരു ഫ്രണ്ട്ഷിപ്പ് ലവ് ആയിരിക്കും. ഇനി ഈ പ്രൈമറി കളേഴ്സിൻ്റെ കൂടെ അവർ കോമ്പിനേഷൻ ചെയ്തിട്ട്, ഈ പ്രൈമറി സ്റ്റൈൽസ് കോമ്പിനേഷൻ ചെയ്ത് ഒരു സെക്കൻഡറി സ്റ്റൈൽസും കൂടി ഉണ്ട്. അത് ആ സ്റ്റൈൽസ് ആണ് പ്രാഗ്മ, മാനിയ ആൻഡ് അഗാപ്പെ. പ്രാഗ്മ മീൻസ് അതൊരു പ്രാക്ടിക്കൽ റാഷണൽ ലവ് ആണ്. അതൊരു കോമ്പിനേഷൻ ഓഫ് സ്റ്റോജ് ആൻഡ് ലോഡസ്. സ്റ്റോജ് നമുക്കറിയാം ഫ്രണ്ട്ഷിപ്പ് ലവ് പ്ലസ് ലോഡസ് പ്ലേഫുൾ ലവ്. അത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് പ്രാഗ്മ. അതൊരു പ്രാക്ടിക്കൽ ലവ് ആണ്. അത് കൂടുതലും ഒരു തമാശ പോലെയല്ല, എല്ലാം ഒരു പ്രാക്ടിക്കലായിട്ട് ഒരു ലവ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അത് കൂടുതലും അവരുടെ റിലീജിയനെ പറ്റിയും അവരുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് എല്ലാം തിങ്ക് ചെയ്തിട്ട് അത് ഒരു സക്സസ്ഫുൾ ആവോ ആ ഒരു ലവ് അങ്ങനെ ചിന്തിച്ചിട്ട് മാരി ചെയ്യുന്ന ഒരു റിലേഷൻഷിപ്പാണ് പ്രാഗ്മ. അതൊരു പ്രാക്ടിക്കൽ ലവ്. പിന്നെ വരുന്നതാണ് മാനിയ. അത് എറോസ് ആൻഡ് ലോഡസിന്റെ കോമ്പിനേഷനാണ്. എറോസ് അത് പാഷനേറ്റ് റൊമാൻറ്റിക് ലവും ആണ്. അതിൻ്റെ കൂടെ ലോഡസ് ഒരു പ്ലേഫുൾ ലവും കൂടി കമ്പൈൻ ചെയ്തിട്ട് അത് കൂടുതലൊരു ഒബ്സസീവ് ആണ്. മാനിയ ലവ് അഡിക്റ്റീവ് ആണ്, ഒബ്സസീവ് ആണ്, വെരി ജലസ് ആണ്, ഭയങ്കര പൊസസീവ്നെസ് ഉണ്ടാവും അവർക്ക്. അങ്ങനെയുള്ള ലവ് സ്റ്റൈലുള്ളവർ കൂടുതലും പാർട്ട്നേഴ്സ് അവർക്ക് കൂടുതലും മറ്റുള്ളവരോട് സംസാരിക്കുന്നതോ അങ്ങനെയൊന്നും അവർക്ക് തീരെ ഇഷ്ടമുണ്ടാവില്ല. ഒരു ഒബ്സസീവ് ലവ് ആണത്. പിന്നെയുള്ളതാണ് അഗാപ്പെ. അതൊരു അൺകണ്ടീഷണൽ ലവ് ആണ്. അതൊരു റയർ ടൈപ്പ് ഓഫ് ലവ് ആണ്. കോമ്പിനേഷൻ ഓഫ് എറോസ് ആൻഡ് സ്റ്റോജ്. കൂടുതലും പാഷനേറ്റ് റൊമാൻറ്റിക് ലവ് ഉണ്ടാകും, അതിൻ്റെ കൂടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ലവ് ഉണ്ടാകും. അതൊരു ലോങ് ടേം റിലേഷൻഷിപ്പാണ്, അൺബ്രേക്കബിൾ ആണ്. അതൊരു അവർ കൂടുതലും ഫാമിലീസ് വെൽബീയിങ് ആണ് നോക്കുന്നത്. ഇങ്ങനെയുള്ള ലവ് സ്റ്റൈൽ അതൊരു റയറും ആയിരിക്കും. ഓക്കെ, അപ്പോൾ ലീയുടെ തിയറി ഓഫ് ലവ് 3 പ്രൈമറി സ്റ്റൈൽ. എറോസ് കൂടുതലും ഒരു ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്, അത് ഹിന്ദി മൂവീസിലൊക്കെ കാണുന്ന റൊമാൻറ്റിക് ലവ്സ്. പിന്നെ ലോഡസ് അതൊരു പ്ലേഫുൾ ലവ്, കൂടുതലും ഈ ക്രഷസും ബ്രേക്ക് ഡൗൺസ് ഒക്കെ വരുന്നത് അവർക്ക് ജസ്റ്റ് ഓൺലി ഫൺ, ദേ ആർ എയിമിങ് ഫോർ ഓൺലി ഫൺ. ദെൻ സ്റ്റോജ് എന്ന് പറഞ്ഞാൽ അതൊരു ഫ്രണ്ട്ഷിപ്പ് ലവ്, അതൊരു ലോങ് ടേം ഫ്രണ്ട്ഷിപ്പ് ഉള്ള ഒരു ലവ് സ്റ്റൈൽ. ഈ ലീയുടെ തിയറി ഓഫ് ലവ് ബേസ്ഡ് ചെയ്തിട്ട് ഒരു ലവ് ആറ്റിറ്റ്യൂഡ് സ്കെയിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. കൂടുതലും കപ്പിൾസിൻ്റെ ലവ് സ്റ്റൈൽസ് അറിയാനും അവരെ ഫ്രസ്ട്രേഷൻസ് ഡിസ്ട്രസ് ഒക്കെ അറിയാനായിട്ട്
ഒരു ലവ് ആറ്റിറ്റ്യൂഡ് സ്കെയിൽസ് തന്നെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അണ്ടർസ്റ്റാൻഡിങ് അഡൽട്ട് അറ്റാച്ച്മെന്റ്. നമുക്കറിയാം അറ്റാച്ച്മെന്റ് എന്താണ്. അറ്റാച്ച്മെന്റ് ഈസ് ദ സൈക്കോളജിക്കൽ കണക്റ്റഡ്നെസ് ബിറ്റ്വീൻ ഹ്യൂമൻ ബീയിങ്സ്. ഒരു കണക്റ്റഡ്നെസ് ആണത്. കണക്റ്റഡ് മീൻസ് ഒരു ഇമോഷണൽ ബോണ്ട് ബിറ്റ്വീൻ ടു ഇൻഡിവിജ്വൽസ്. അതിൻ്റെ സവിശേഷതകളാണ് മെയിൻറ്റെയിനിങ് പ്രോക്സിമിറ്റി വിത്ത് ദ പേഴ്സൺ. Proximity means very supportive and understanding each other, പിന്നെ feeling safe with the പേഴ്സണുമായിട്ട് വളരെ ഫീലിംഗ് സേഫ് ആയിരിക്കും. പിന്നെ സോറി മാം കേൾക്കുന്നില്ല, മ്യൂട്ട് ആക്കിയോ? മ്യൂട്ട് ആക്കിയതാണ്. ഓക്കെ, സോറി. ഈ അറ്റാച്ച്മെന്റിന്റെ സവിശേഷതകൾ എന്താണെന്ന് നോക്കാം. മെയിൻറ്റെയിനിങ് പ്രോക്സിമിറ്റി വിത്ത് ദ പേഴ്സൺ. സോറി, ഓക്കെ, 1 minute. സോറി ഫോർ ദ ഡിസ്റ്റർബൻസ്. ഓക്കെ, സവിശേഷതകൾ നോക്കാം. മെയിൻറ്റെയിനിങ് പ്രോക്സിമിറ്റി വിത്ത് ദ പേഴ്സൺ. ഒരു പ്രോക്സിമിറ്റി മീൻസ് ക്ലോസ്, സപ്പോർട്ടീവ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഈച്ച് അതർ. ഒരു പിന്നെ ഒരു ഫീലിംഗ് സേഫ് വിത്ത് ദ പേഴ്സൺ. ആ പേഴ്സൺ അറ്റാച്ച്മെൻ്റ് ആയിട്ടുള്ള പേഴ്സൺ ഒരു സേഫ്റ്റി, നമുക്ക് ഫീലിംഗ് സേഫ്റ്റി ഉണ്ട്, നമുക്കൊരു സേഫാണ് ആളുടെ കൂടെ നിൽക്കുമ്പോൾ. പിന്നെ അതേപോലെ ഒരു സെക്യൂരിറ്റി ഉണ്ടാകും ആ പേഴ്സണോടുകൂടി. ആ പേഴ്സൺ അവിടെ ഇല്ലെങ്കിൽ, അറ്റാച്ച്മെൻ്റ് ഉള്ള പേഴ്സൺ കൂടെ ഇല്ലെങ്കിൽ, ഒരു ആബ്സെൻ്റ് ഓഫ് ദ പേഴ്സൺ ആണെങ്കിൽ നമ്മൾക്ക് ആൻസൈറ്റി ഉണ്ടാകും. ഈ ഒരു അറ്റാച്ച്മെൻ്റ് ഒരു സവിശേഷതകളാണത്. കൂടുതലും നമ്മൾ പഠിച്ചിട്ടുണ്ടത് കുട്ടികളുടെ അറ്റാച്ച്മെന്റ് സ്റ്റൈൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സെക്യൂർ, അവോയ്ഡൻ്റ് ആൻഡ് ഫിയർഫുൾ അവോയ്ഡൻസ് സ്റ്റൈൽ. അത് തന്നെയാണ് ഈ റൊമാൻറ്റിക് റിലേഷൻഷിപ്പിലും അറ്റാച്ച്മെന്റ് സ്റ്റൈൽ അതേപോലെ തന്നെയാണ്. അതിൽ 2 എലമെന്ററി ഡയമെൻഷൻസ് ആണ് ബ്രണ്ണൻ, ക്ലാർക്ക് ആൻഡ് ഷേവർ പറഞ്ഞിട്ടുള്ളത്. ആ 2 ഡയമെൻഷൻസ് ആണ് ആൻസൈറ്റി ആൻഡ് അവോയ്ഡൻസ്. ആൻസൈറ്റി ഉള്ള ഒരു അറ്റാച്ച്മെന്റ് സ്റ്റൈലിൽ അവരെപ്പോഴും വറി അബൌട്ട് റിജക്ഷൻ, എപ്പോഴും റിജക്റ്റ് ചെയ്യുമോ എന്നുള്ള ഒരു വറി ആയിരിക്കും. പിന്നെ ഇമോഷണൽ അൺഅവൈലബിലിറ്റി, അവർക്ക് അവരുടെ ദുഃഖത്തിൽ എന്തെങ്കിലും വൈകാരികമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ അവർ കൂടെ ഉണ്ടാവില്ല, അൺഅവൈലബിലിറ്റി ആയിരിക്കും. ഇങ്ങനെയുള്ള ഒരു അറ്റാച്ച്മെന്റ് അതൊരു ഇൻസെക്യൂർ അറ്റാച്ച്മെന്റ് ആയിരിക്കും. പിന്നെ അവോയ്ഡൻ്റ് അറ്റാച്ച്മെന്റ് സ്റ്റൈലിൽ ഡിസ്കംഫേർട്ട് വിത്ത് ഇൻറ്റിമസി, അവർക്ക് ഇൻറ്റിമസി ഉണ്ടാകൂല. പിന്നെ ഇമോഷണൽ ക്ലോസ്നെസ്, അവർ കൂടുതലും അവരെ ഇൻഡിപെൻഡൻസ് ആണ് പ്രയോറിറ്റൈസ് ചെയ്യുന്നത്. അപ്പോൾ ഈ 2 സ്റ്റൈൽസ് ഓഫ് ആൻസൈറ്റിയും അവോയ്ഡൻസും ഇൻ്റർസെക്ട് ചെയ്തിട്ട് 4 അഡൽട്ട് അറ്റാച്ച്മെന്റ് സ്റ്റൈൽസ് ഉണ്ടായിട്ടുണ്ട്. അതാണ് സെക്യൂർ, ആൻഷ്യസ്, പ്രീഓക്യുപ്പൈഡ്, ഡിസ്മിസീവ് അവോയ്ഡൻറ്റ്, ഫിയർഫുൾ അവോയ്ഡൻറ്റ്. ഇതാണ് ഇപ്പോൾ നമ്മൾക്ക് അഡൽട്ട് അറ്റാച്ച്മെന്റിൽ പഠിക്കാനുള്ളത്. ഇപ്പോൾ അഡൽട്ട് അറ്റാച്ച്മെന്റ് റിലേറ്റഡ് ആൻസൈറ്റി ആണെങ്കിൽ ഇപ്പോൾ എപ്പോഴും അവരിങ്ങനെ വറി ചെയ്തുകൊണ്ടിരിക്കും. ആ പാർട്ട്ണറിൻ്റെ അവൈലബിലിറ്റി, അയാളുടെ അറ്റൻറ്റീവ്നെസ് ഒക്കെ എപ്പോഴും ഇങ്ങനെ വറി ചെയ്തുകൊണ്ടേയിരിക്കും. ഹൈ സ്കോറേഴ്സ് ആയിരിക്കും, അതായത് കൂടുതൽ വറി ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ ആൻസൈറ്റി അത്ര ഇല്ല, അത്ര കുറവാണ്. ലോ സ്കോറേഴ്സ് ആണെങ്കിൽ അവർ കൂടുതലും സെക്യൂർ അബൌട്ട് ദിയർ പാർട്ട്നേഴ്സ് റെസ്പോൺസീവ്നെസ്, എപ്പോഴും അവരുടെ പാർട്ട്നേഴ്സിൻ്റെ ഉത്തരവാദിത്തങ്ങളും ഇതൊക്കെ ഉള്ള ഒരു പാർട്ട്ണർ ആയിരിക്കും. അതേപോലെ തന്നെ ആ റിലേഷൻഷിപ്പ് സെക്യൂർ ആയിരിക്കും. ഇനി അറ്റാച്ച്മെന്റ് റിലേറ്റഡ് അവോയ്ഡൻസ് ആണെങ്കിൽ ഹൈ സ്കോറേഴ്സിൽ കൂടുതലും പുവർലി അഡ്ജസ്റ്റഡ് ആൻഡ് അലൂഫ്, അവർക്ക്
അവോയ്ഡൻസ് കൂടുതൽ സ്കോർ വരുന്ന പാർട്ട്നേഴ്സ് അവർക്ക് എപ്പോഴും ഒരു അലോ ഫാൻ, അവർക്ക് ഒന്നിനും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റൂല, ഒന്നിനും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. ലോ സ്കോറേഴ്സ് ആണെങ്കിൽ അവർ എൻജോയ് ക്ലോസ്നെസ് ഓഫ് റിലേഷൻഷിപ്പ്, അവർ നല്ല റിലേഷൻഷിപ്പ് ഉള്ളവരായിരിക്കും. എൻജോയ് ക്ലോസ്നെസ് ഓഫ് റിലേഷൻഷിപ്പ്. ക്ലിയർ ആണോ പറഞ്ഞത്? യെസ് മാം, കണ്ടിന്യൂ. ഓക്കെ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അണ്ടർസ്റ്റാൻഡിങ് ഫ്രണ്ട്ഷിപ്പ്. നമുക്കറിയാം ഫ്രണ്ട്സ് ആർ പാർട്ട് ഓഫ് അവർ മൈക്രോ സിസ്റ്റം ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ മ്യൂച്വൽ റെസ്പെക്ട്, അപ്രീസിയേഷൻ ആൻഡ് ലൈക്കിങ്. നമ്മൾ മ്യൂച്വൽ റെസ്പെക്ട് ഉണ്ടാവുകയും അങ്ങോട്ടും ഇങ്ങോട്ടും അപ്രീസിയേഷൻ ചെയ്യുകയും ലൈക്കിങ് ഒക്കെ ഉള്ള ഒരു മൈക്രോ സിസ്റ്റത്തിൽ ഒരു പാർട്ടാണ് ഫ്രണ്ട്സ്. മൈക്രോ സിസ്റ്റം നമുക്കറിയാം, നമ്മളെ ഫാമിലി, ഫ്രണ്ട്സ്, ആ റിലേഷൻസ് ഓൾ. ഒരു നല്ല ഫ്രണ്ട്ഷിപ്പിൽ എപ്പോഴും ഇൻറ്റിമസി ഉണ്ടാകണം, കമ്പാനിയൻഷിപ്പ് ഉണ്ടാവണം, എഫെക്ഷൻ ആൻഡ് മ്യൂച്വൽ അസിസ്റ്റൻസ്, ആത്മാർത്ഥത ഉണ്ടാവണം, നല്ല എഫെക്ഷൻ ആയിരിക്കണം, സ്നേഹം, പിന്നെ അതേപോലെ മ്യൂച്വൽ അസിസ്റ്റൻസ്, അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കണവരായിരിക്കണം നല്ല ഫ്രണ്ട്സ്. അതേപോലെ തന്നെ ഫ്രണ്ട്ഷിപ്പ് എപ്പോഴും ഒരു ഡൈനാമിക് ഇൻ നേച്ചറാണ്, അതൊരു ഷോർട്ട് ലിവ്ഡ് ആണ്. കുറച്ച് നാളത്തേക്കുള്ളുണ്ട്, പിന്നെ ലോങ് ടേം ഉണ്ട്, പക്ഷേ ബൈ നേച്ചർ ഇറ്റ് ഈസ് ഷോർട്ട് ലിവ്ഡ്. പിന്നെ ഓസ്വാൾഡ് എന്ന് പറയുന്ന ഒരു സൈക്കോളജിസ്റ്റ് ഒരു 4 ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് പറയുന്നുണ്ട് ഫ്രണ്ട്ഷിപ്പിനെ പറ്റി. കൂടുതലും ഫസ്റ്റ് ഫാക്ടർ ഈസ് എംപാറ്റിക് ഹാപ്പിനെസ്. നമ്മൾക്ക് എപ്പോഴും നല്ല ജോയ്ഫുൾ കാര്യങ്ങളും പോസിറ്റീവ് ഇവൻറ്റ്സ് ഒക്കെ, ഹാപ്പിനെസ് ഒക്കെ അറിയുന്ന ആളുകളായിരിക്കും നമ്മളുടെ റിയൽ ഫ്രണ്ട്സ്. പിന്നെ അതേപോലെ അവൈലബിലിറ്റി ഓഫ് സോഷ്യൽ സപ്പോർട്ട്, എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഫിനാൻഷ്യലി ഓർ ഇമോഷണലി എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ നമ്മൾക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് അവരെപ്പോഴും അവൈലബിൾ ആയിരിക്കും. പിന്നെ അതേപോലെ നോൺ ജഡ്ജ്മെൻ്റൽ അക്സെപ്റ്റൻസ്, ഒരു മുൻവിധിയില്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും നോക്കാതെ അവരെ എന്താണ് അക്സെപ്റ്റ് ചെയ്ത് നമ്മളെ ക്രിറ്റിസൈസ് ഒന്നും ചെയ്യാതെ, ബ്ലെയിം ഒന്നും ചെയ്യാതെ നമ്മളുടെ ഫീലിങ്സ് ഒക്കെ എംബ്രേസ് ചെയ്യുന്ന ആളുകളാണ്. അതൊരു നോൺ ജഡ്ജ്മെൻ്റൽ ആക്സെപ്റ്റൻസ് ആണ്, നമ്മളെ എപ്പോഴും അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന, നമ്മളുടെ ഫീലിങ്സ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ഫ്രണ്ട്സ്. പിന്നെ ക്വാളിറ്റി ആൻഡ് ടൈം, ക്വാണ്ടിറ്റി ഓഫ് ടൈം സ്പെൻഡ് ഇൻ കമ്പനി, നമ്മളുടെ കമ്പനിയിൽ അവളുടെ ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് ടൈം ഒക്കെ നമ്മളുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്ന ഒരു ഫ്രണ്ട്സ്. ആ ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് ആണ് അണ്ടർസ്റ്റാൻഡിങ് ഫ്രണ്ട്ഷിപ്പിൽ പോസിറ്റീവ് സൈക്കോളജിയിൽ നമ്മൾ പഠിക്കുന്നത്. ഇനി അപ്ലൈയിങ് പോസിറ്റീവ് സൈക്കോളജി ഇൻ ക്ലോസ് റിലേഷൻഷിപ്പ്. നമ്മളുടെ ക്ലോസ് റിലേഷൻഷിപ്പിൽ പോസിറ്റീവ് സൈക്കോളജി എങ്ങനെയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യണത്, എങ്ങനെ നമ്മളുടെ ക്ലോസ് റിലേഷൻഷിപ്പ് ഇംപ്രൂവ് ചെയ്യാം എന്നാണ് ഈ പോസിറ്റീവ് സൈക്കോളജി ക്ലോസ് റിലേഷൻഷിപ്പിനെ പറ്റി നമ്മൾക്ക് കുറച്ച് പോയിന്റ്സ് ഉണ്ട്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, എക്സാമിന് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രകൂടി ക്ലിയർ ആയിട്ട് പഠിക്കാം. ഫസ്റ്റ് ഒരു ക്ലോസ് റിലേഷൻഷിപ്പിൽ നമ്മൾ അവരുടെ സ്പോട്ടിങ് സ്ട്രെങ്ത്, അവരുടെ സ്ട്രെങ്ത് അറിയണം. ഇതൊരു ആക്ച്വലി ഒരു തെറാപ്പി പോലെയാണ്. അതായത് ഇപ്പം എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് ഉള്ള പാർട്ട്നേഴ്സിന്, കപ്പിൾസിന് അവരുടെ ആ റിലേഷൻഷിപ്പ് എങ്ങനെ എൻഹാൻസ് ചെയ്യാന്നുള്ള ഒരു വേസും കൂടിയാണ് ഇത്. കുറച്ച് പോയിന്റ്സ്. ഫസ്റ്റ് വൺ, സ്പോട്ടിങ് സ്ട്രെങ്ത്. നമ്മളെപ്പോഴും ആളുകളുടെ ഫ്ലോസ് ആൻഡ് പ്രോബ്ലംസോണ് എപ്പോഴും ഫസ്റ്റ് നമ്മൾ ആരെങ്കിലും ഇപ്പോൾ തല്ലുപിടിച്ചിരിക്കുന്ന ഒരു കപ്പിളാണെങ്കിലും പാർട്ട്നേഴ്സ് ആണെങ്കിലും ഫസ്റ്റ് നമ്മൾ അവരെ പറ്റി ചോദിക്കുമ്പോൾ അവരെ കുറ്റങ്ങളെ പറയുള്ളൂ, എപ്പോഴും ബ്ലെയിം ചെയ്യും, അവരെ ഫ്ലോസും പ്രോബ്ലംസ് ഒക്കെ പറയുള്ളൂ. പക്ഷെ പോസിറ്റീവ് സൈക്കോളജി പറയണത് അവരുടെ അടുത്ത് ഫസ്റ്റ് നമ്മൾ അവരെ സ്ട്രെങ്ത് എന്താണെന്നുള്ളത് എഴുതിയെടുക്കണം. അവരെ സ്ട്രെങ്ത് ഇങ്ങനെ നോട്ട് ഡൗൺ ചെയ്യണം, റൈറ്റ് ഡൗൺ ചെയ്യണം, അതിനൊരു ലിസ്റ്റ് തയ്യാറാക്കണം. ഈച്ച് പാർട്ട്നേഴ്സ് അങ്ങനെ എഴുതിയിട്ട് ആ ഒരു സ്റ്റഡി പറയണത് ഇങ്ങനെ റൊമാൻറ്റിക് റിലേഷൻഷിപ്പിൽ ഒരു റിലേഷൻഷിപ്പ് സാറ്റിസ്ഫാക്ഷൻ വരുന്നതാണ് ഇങ്ങനെ സ്പോട്ടിങ് സ്ട്രെങ്ത് എഴുതി വെച്ചിട്ട്
അതൊരു ലിസ്റ്റ് എല്ലാ ദിവസവും എന്താണ് ആ പാർട്ട്നേഴ്സിന്റെ ഗുണങ്ങൾ, എന്താണ് അവരുടെ സ്ട്രെങ്ത്, ക്വാളിറ്റി, എന്ത് പോസിറ്റീവ് കാര്യങ്ങളാണ് ചെയ്യുന്നത്, അത് റൈറ്റ് ഡൗൺ ചെയ്ത് നോട്ട് ഡൗൺ ചെയ്ത് വെച്ച് ഒരു ലിസ്റ്റ് ഉണ്ടാക്കണം. പിന്നെ രണ്ടാമത്തെ ഒരു ഇതാണ് ക്ലോസ് റിലേഷൻഷിപ്പ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സ്ട്രെങ്ത് ആൻഡ് ഫുൾഫിൽഡ് ഡ്രീംസ് ജെനോഗ്രാം. ഒരു ജിനോഗ്രാം ഉണ്ടാക്കുക, അവരുടെ പിക്ചേഴ്സ് ഒക്കെ പേസ്റ്റ് ചെയ്ത് അവരെ ഡ്രീംസ് എന്താണ്, അവരുടെ സ്ട്രെങ്ത് എന്താണ്, ക്വാളിറ്റീസ് എന്താണ്, അതൊക്കെ വെച്ചിട്ട് ഒരു ജിനോഗ്രാം ഉണ്ടാക്കാം. പിന്നെയുള്ളതാണ് ദ സൗണ്ട് റിലേഷൻഷിപ്പ് ഹൗസ്. അതിൽ കൂടുതലും നമ്മളുടെ ഒരു മെറ്റാഫോറിക്കൽ ഹൗസ് ആണത്. ടു കമ്പോണൻസ് ഉണ്ട് അതിൽ, ട്രസ്റ്റ് ആൻഡ് കമ്മിറ്റ്മെന്റ്. ഇത് ഗോട്ട്മാൻസ് എന്ന് പറയുന്ന ഒരു സൈക്കോളജിസ്റ്റ് വിഭാവനം ചെയ്ത ഒരു ഇതാണ്. അത് ദ സൗണ്ട് റിലേഷൻഷിപ്പ് ഹൗസ് എന്നാണ് പറയുന്നത്. അപ്പം അതിൽ ആ ഹൗസിൽ അതിൻ്റെ ഓരോ ബിൽഡിങ്സിലും ഓരോ ഫ്ലോസിലും ഓരോ പോയിന്റ്സ് നമ്മൾ നോക്കാം. ക്രിയേറ്റ് ഷെയർഡ് മീനിങ്, മേക്ക് ലൈഫ് ഡ്രീംസ് കം ട്രൂ, manage conflict, the positive perspective, turn towards instead of away, share fondness and admiration, build love maps. നമ്മൾ കപ്പിൾസ് അവരുടെ ഓരോ ഷെയർ ചെയ്യണം എല്ലാ കാര്യങ്ങളും, അവരുടെ ഡ്രീംസ് എല്ലാനും ട്രൂ ആക്കി കൊണ്ടുവരണം, കോൺഫ്ലിക്ട്സുകൾ മാനേജ് ചെയ്ത് റെസൊല്യൂഷൻ ഉണ്ടാക്കി കൊണ്ടുവരണം. അങ്ങനെയൊക്കെയുള്ള ഒരു ഇത് പറഞ്ഞിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഹൗസ്. പിന്നെ ഗോട്ട്മാൻ പറയുന്നത് ഇപ്പോൾ നമ്മളുടെ ഒരു 4 കാര്യങ്ങൾ പറയുന്നത്, അത് കൂടുതലും നമ്മളുടെ മാരേജസ് ഡിസ്ട്രക്റ്റ് ചെയ്യണ 4 കാര്യങ്ങളാണ്. ഇപ്പോൾ പാർട്ട്നേഴ്സ് അല്ലെങ്കിൽ കപ്പിൾസ് ഓൾവേസ് ക്രിറ്റിസൈസ് ഈച്ച് അതർ, ക്രിറ്റിസിസം, ഡിഫെൻസീവ്നെസ്, കോണ്ടംപ്റ്റ്, സ്റ്റോൺ വാളിങ്. ഈ 4 കാര്യങ്ങൾ അത് ഒരു മാരേജിനെ ഡിസ്ട്രക്റ്റ് ചെയ്യുന്നതാണ്. കൂടുതലും അത് ക്രിറ്റിസൈസ് ചെയ്യുക, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിമർശിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും പ്രതിരോധത്തോടുകൂടി ഡിഫെൻസീവ്നെസ്സോടി സംസാരിക്കുക, പിന്നെ പുച്ഛത്തോടുകൂടി കണ്ടംപ്റ്റ്, നിന്ദിച്ച് ഒക്കെ സംസാരിക്കുക, പിന്നെ സ്റ്റോൺ വാളിങ്, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ല, എന്തിനും ഒരു വിത്ഡ്രോയിങ് ഫ്രം ഇൻട്രാക്ഷൻ, ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്ത ഒരവസ്ഥ. ഈ ഒരു ക്ലോസ് റിലേഷൻഷിപ്പിൽ ഈ കാര്യങ്ങളൊക്കെ വന്നാൽ അതൊരു ക്ലോസ് റിലേഷൻഷിപ്പ് ആകൂല, പകരം അത് ഡിസ്ട്രക്റ്റ് ചെയ്യും, മാരേജിനെ ഡിസ്ട്രക്റ്റ് ചെയ്യുമെന്ന് ഗോട്ട്മാൻ പറയുന്നത്. പിന്നെ പറയേണ്ട ഒരു മാരിറ്റൽ കോൺഫ്ലിക്ട്സ് വരാനായിട്ട് 2 കാര്യങ്ങളുണ്ട്. അത് റിസോൾവബിൾ കോൺഫ്ലിക്ട്സ്. ചില കോൺഫ്ലിക്റ്റുകൾ റിസോൾവ് ഓവർ ടൈം, കുറച്ച് നാളത്തേക്ക് ഉണ്ടാവുള്ളൂ. പക്ഷെ പെർപെച്വൽ കോൺഫ്ലിക്റ്റുകൾ അതിങ്ങനെ എക്സിസ്റ്റ് ചെയ്യും, കുറേ നാളത്തേക്ക് അത് നിലനിൽക്കും, അതും പറയുന്നുണ്ട്. ഇനിയുള്ള പോയിന്റാണ് ഇമോഷണൽ ബാങ്ക് അക്കൗണ്ട്. ഇമോഷണൽ ബാങ്ക് അക്കൗണ്ടിൽ കൂടുതലും ഇമോഷണൽ ഡിസ്റ്റൻസ് വരാം. അതായത് ഒരു ബാങ്ക് അക്കൗണ്ടിൽ നമുക്കറിയാം കുറച്ച് പൈസ ഡെപ്പോസിറ്റ് ചെയ്യണം, അത് സീറോ ബാങ്ക് അക്കൗണ്ട് അല്ലാതെ നോക്കണം. ഇത് റിലേഷൻഷിപ്പിൽ ഇമോഷണൽ ബാങ്ക് അക്കൗണ്ട് ആണ്. അതായത് ഒരു കൂടുതലും കപ്പിൾസ് അവർക്ക് കോൺഫ്ലിക്ട്സ് ഉണ്ടാവുന്നത് അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയണില്ല. ഇപ്പോൾ ഒരു പാർട്ട്ണർക്ക് എന്തെങ്കിലും അസുഖം വന്നാലോ എന്തെങ്കിലും സംഭവിച്ചാൽ, ഇപ്പോൾ എവിടെയെങ്കിലും തട്ടി വീഴുക എന്തെങ്കിലും ചെയ്താൽ മറ്റേ വേറെ പാർട്ട്ണർ വന്ന് ഒന്ന് ആശ്വസിപ്പിക്കുക, അല്ലെങ്കിൽ വേദനിച്ചോ എന്നൊക്കെ ഒന്ന് ചോദിക്കുക, അങ്ങനെ ചെയ്യുമ്പോൾ ആ പാർട്ട്ണർക്ക് ഉണ്ടാവുന്ന ഒരു ഇമോഷണൽ അത് ബാങ്ക് അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ആയിട്ട് വരും. അതൊരു പോസിറ്റീവ് ഇമോഷൻസ് ആണ്. അതായത് അവരെ നമ്മൾ കെയർ ചെയ്യുന്നുണ്ട്, നമ്മൾ അവരെ നോക്കുന്നുണ്ട് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. ഇപ്പം അതൊന്നുമല്ല, അതിന് വീണാലും ഒന്ന് കെയർ ചെയ്യാനുള്ള നോക്കണില്ല, വേറെ ഇഗ്നോർ ചെയ്യണമെങ്കിൽ ആ ബാങ്ക് അക്കൗണ്ടിൽ ഒന്നും ഉണ്ടാവില്ല, ഒന്നും ഡിപ്പോസിറ്റ് ആവില്ല, ഒരു ഇമോഷൻസും ഡിപ്പോസിറ്റ് ആവില്ല. കൂടുതലും കൗൺസിലിങ്ങിനൊക്കെ വരുന്ന ആളുകൾക്ക് ഇതാ പറയാനുള്ളത്, അങ്ങോട്ട് സ്നേഹം കൊടുക്കുന്നുണ്ട് പക്ഷെ ഇങ്ങോട്ട് സ്നേഹം കിട്ടണില്ല,
ആ ബാങ്ക് അക്കൗണ്ടിൽ സീറോ ബാങ്ക് ഡെപ്പോസിറ്റ് ആണുള്ളത്. അങ്ങനെയുള്ള റിലേഷൻഷിപ്പ് എപ്പോഴും ഡിസ്ട്രക്റ്റീവ് ആയിരിക്കും, കോൺഫ്ലിക്ട്സ് ആയിരിക്കും. കൂടുതലും സീറോ ബാലൻസ് ബാങ്ക് അക്കൗണ്ട് ഇല്ലാതെ, ഇൻസെക്യൂർ ലോൺലി അങ്ങനെയുള്ള ഒരു ഇതൊന്നും ഇല്ലാതെ കൂടുതലും ഒരു സെക്യൂർ ബാങ്ക് ബാലൻസ് റിലേഷൻഷിപ്പിൽ ഉണ്ടായിരിക്കണം. ഇമോഷണൽ ബാങ്ക് ബാലൻസ്. ക്ലിയർ ആണോ? Yes. Next we are going to learn 3 good things. കൂടുതലും ഇപ്പോൾ കോൺഫ്ലിക്റ്റ് ഉള്ള പാർട്ട്നേഴ്സ് വന്നു, കപ്പിൾസ് വന്നു, അവർക്ക് അവരുടെ അടുത്ത് നമ്മൾക്ക് പറയാം ഒരു 3 ഗുഡ് തിങ്സ്. എപ്പോഴും ഒരു റെഗുലർ അപ്രീസിയേഷൻ അവരെന്താണ് ചെയ്തിട്ടുള്ളത് അത് നോട്ട് ഡൗൺ ചെയ്യാൻ പറയാം. നല്ല 3 ഗുണങ്ങൾ അവരെ കാണാൻ ശ്രമിക്കുക, അതിനെ പ്രൈസ് ചെയ്യുക, അതിനെ അഡ്മയർ ചെയ്യുക, അതിനെ അനുമോദിക്കുക. ഓക്കെ. ഇപ്പോൾ ഒരു 40 കപ്പിളിൻ്റെ ഒരു റിസർച്ച് സ്റ്റഡി പറയുന്നുണ്ട്, ഇങ്ങനെ ഇതേപോലെ 3 ഗുഡ് തിങ്സ് പറഞ്ഞിട്ട് അതിനെ അപ്രീസിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു റിസർച്ച് സ്റ്റഡിയിൽ കൂടുതലും ഇൻറ്റിമസി ഇൻക്രീസ് ആയി എന്നുള്ളതാണ്. അങ്ങനെ കൂടുതൽ നമ്മൾ അപ്രീസിയേറ്റ് ചെയ്യുമ്പോൾ ആ പാർട്ട്നേഴ്സിൻ്റെ ഇൻറ്റിമസി ഇൻക്രീസ് ആകും. ഇനിയുള്ളൊരു പോയിന്റാണ് ഇൻസ്റ്റിലിംഗ് ഹോപ്പ്. നമുക്കൊരു സ്പെസിഫിക് ഗോൾസ് ഉണ്ടാകുമല്ലോ, ഒരു വീട് വെക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും ഗോൾസ് ഉണ്ടാക്കുക, പിന്നെ അതിന് വേണ്ടിയിട്ട് കുറേ റിസോഴ്സസ് ഉണ്ടാക്കുക, അതിൻ്റെ ബിൽഡ് പാത്ത് വേസ്, പിന്നെ അതിനൊരു ഏജൻസി ഉണ്ടാക്കുക. അതേപോലെ ഇപ്പോൾ ഒരു കോൺഫ്ലിക്റ്റ് ഉള്ള ഒരു പാർട്ട്നേഴ്സ് അവരുടെ റിലേഷൻഷിപ്പ് സ്ട്രെങ്തൻ ചെയ്യാനായിട്ട്, ഇപ്പോൾ ഹസ്ബൻഡും വൈഫും വളരെ പ്രശ്നത്തിലാണ്. അപ്പോൾ ഹസ്ബൻഡിന് അതിനൊരു ഗോൾസോ എങ്ങനെയായാലും ഈ പ്രശ്നമില്ലാതാക്കണം, ഞങ്ങൾക്ക് വീണ്ടും ഒരുമിക്കണം. അപ്പം അതിനെ പറ്റിയുള്ള റിസോഴ്സസ് അവർ അന്വേഷിക്കും. ഹസ്ബൻഡ് അതിനുള്ള പാത്ത് വേസ് അന്വേഷിക്കും. അതിൽ കൂടുതലും ആൾ അതിന് വേണ്ടിയിട്ട് ഒരു അപ്പോളജൈസ് ചെയ്യണം, എനിക്ക് ഇത്രയും നാളും ചെയ്തതൊക്കെ അപ്പോളജൈസ് ചെയ്യാനായിട്ടുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ ആ പാത്ത് വേയിലൂടെ പോയി ആ കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ കൊണ്ടുവരാം. അതല്ലാതെ പകരം എന്താണ് ഒരു കോൺഫ്രണ്ടിങ് ആണ്, എപ്പളജൈസിന് പകരം ഒരു ഒരു പ്രതിരോധമാണ് അതിന് വരണമെന്നുണ്ടെങ്കിൽ ആ ഒരു ആ റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഒരു ഇൻസ്റ്റിലിംഗ് ഹോപ്പ് ആ ഒരു ഇതാണ്, ഒരു റിസോഴ്സസ് ഉണ്ടാക്കുക, ഒരു ഗോൾസ് ഉണ്ടാക്കുക ഫസ്റ്റ്, റിസോഴ്സസ്, പിന്നെ ആ പാത്ത് വേസ്, പിന്നെ ഏജൻസി. ഇനിയുള്ള ഒരു പോയിന്റാണ് മൈൻഡിങ് ഓഫ് റിലേഷൻഷിപ്പ്. കൂടുതലും വൈഫിനെ പറ്റി നമ്മൾ ഫെമിലറൈസേഷൻ, കൂടുതലും ആ വൈഫിൻ്റെ വൈഫ് മീൻസ് പാർട്ട്നേഴ്സ്, അത് വൈഫ് ആയിക്കോട്ടെ ഹസ്ബൻഡ് ആയിക്കോട്ടെ, അവരുടെ രണ്ടുപേരുടെയും ഇഷ്ടങ്ങളും അവരുടെ ഹോബീസും ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അവരുടെ തോട്ട്സും ഫീലിങ്സ് ബിഹേവിയറൊക്കെ നമ്മൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിഞ്ഞിരിക്കണം. അവരെ തോട്ട്സ് ഷെയർ ചെയ്യണം, നല്ല അവബോധം ഉണ്ടായിരിക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ കാര്യങ്ങളും അക്സെപ്റ്റ് ചെയ്യണം, അപ്രീസിയേറ്റ് ചെയ്യണം, മ്യൂച്വൽ റെസ്പെക്റ്റ് ഉണ്ടായിരിക്കണം. അതിൽ ആ പോയിന്റ്സ് പറയുന്നത് ഫെമിലറൈസേഷൻ വിത്ത് ഈച്ച് അതർ, ദിസ് റിക്വയർ സീക്കിംഗ് ആൻഡ് നോയിങ് ഈച്ച് അതേഴ്സ് പ്രിഫറൻസസ്, വൾണറബിലിറ്റീസ് ആൻഡ് സീക്രറ്റ്സ്. എല്ലാ കുറവുകളോ പ്രിഫറൻസസ് എന്തൊക്കെ ഉണ്ടായിരിക്കണം ആൻഡ് സീക്രറ്റ്സ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഫെമിലറൈസ് ആയിരിക്കണം. പിന്നെ റിലേഷൻഷിപ്പ് എൻഹാൻസിങ് അട്രിബ്യൂഷൻസ്, ഇതിലും ഗുഡ് റിലേഷൻഷിപ്പ് എപ്പോഴും എൻഹാൻസ് ചെയ്ത് മെച്ചപ്പെടുത്തി കൊണ്ടുവരാൻ നല്ല നല്ല കാര്യങ്ങൾ ചെയ്തിട്ട്, പിന്നെ മ്യൂച്വൽ റെസ്പെക്റ്റും ആക്സെപ്റ്റൻസും ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ ഈക്വൽസ് ടേക്ക് ഓഫ് റെസ്പോൺസിബിലിറ്റി ഇൻ ദ റിലേഷൻഷിപ്പ് ഇൻ ഓർഡർ ടു എൻഹാൻസ് റിലേഷൻഷിപ്പ്. രണ്ടുപേരുടെയും ഉത്തരവാദിത്തമായിരിക്കണം ആ റിലേഷൻഷിപ്പ് മെച്ചപ്പെടുത്തി കൊണ്ടുവരാനായിട്ട്. ഇത് മനസ്സിലായോ? ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയും കൂടിയും എക്സ്പ്ലെയിൻ ചെയ്തിട്ടൊക്കെ നമുക്ക് എഴുതാം ഈസി ആയിട്ട്.
Hope you got it. Clear ആണോ? മാം ക്ലിയർ ആണ്. ഈ പോയിന്റുകൾ Yes. ഓർത്തിരിക്കണമല്ലോ അത്. ഈ പ്രധാനപ്പെട്ട പോയിന്റുകൾ ഓർത്തു കഴിഞ്ഞാൽ നമുക്കത് എസ് ആയിട്ട് എഴുതാൻ പറ്റും. അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. യെസ് ഇതൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കാണ് ആക്ച്വലി. നമുക്ക് ജസ്റ്റ് വായിച്ചാലും മനസ്സിലാക്കാൻ പറ്റും. പിന്നെ എക്സാമ്പിൾസ് ഒക്കെ ഇത്രയും കൂടി ഇലാബറേറ്റ് ആയിട്ട് എഴുതണം. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്കാണ്. നമ്മളിപ്പോ റിലേഷൻഷിപ്പിനെ പറ്റി കണ്ടു. പിന്നെ ഇനി പറയാൻ പോണത് ഫാമിലി, കോണ്ടെക്സ്റ്റ് ഓഫ് ഫാമിലി. നമുക്കറിയാം ഫാമിലി ഇസ് ദ മോസ്റ്റ് ബേസിക് സോഷ്യൽ യൂണിറ്റ് ഇൻ ഹ്യൂമൻ സൊസൈറ്റി. ഗോൾ ഓഫ് പോസിറ്റീവ് സൈക്കോളജി ഇൻ കോണ്ടെക്സ്റ്റ് ഓഫ് ഫാമിലിയിൽ എന്തൊക്കെ ഗോളാണുള്ളത്? ഇംപ്രൂവ് ദ സൈക്കോളജിക്കൽ ഹോം എൻവയൺമെന്റ്, എൻഹാൻസ് ഫ്ലെക്സിബിലിറ്റി ആൻഡ് acceptance among members, facilitate and improve communication and strengthen the family system. കൂടുതൽ നമ്മൾ സൈക്കോളജിക്കൽ ഹോം എൻവയൺമെന്റ് ഒക്കെ ഇംപ്രൂവ് ചെയ്യണം. പിന്നെ ഫ്ലെക്സിബിലിറ്റി, അക്സെപ്റ്റൻസ് എമംഗ് മെമ്പേഴ്സിൻ്റെ അക്സെപ്റ്റൻസ്, ഓരോ കാര്യത്തിനും എല്ലാവരും ഉണ്ടായിരിക്കണം, അതിൻ്റെ ഫ്ലെക്സിബിലിറ്റി മെച്ചപ്പെടുത്തണം. കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യണം. പിന്നെ ഇപ്പോൾ സ്ട്രെങ്തൻ ദ ഫാമിലി സിസ്റ്റംസ് ബൈ വർക്കിംഗ് ഓൺ വാട്ട്സ് റോങ്. പോസിറ്റീവ് സൈക്കോളജിയിൽ നമ്മൾ പറയണത് ഫിക്സിങ് വാട്ട്സ് റോങ് എന്താണെന്നുള്ളത് ഫിക്സ് ചെയ്യാതെ സ്ട്രോങ് ആയിട്ടുള്ള കാര്യങ്ങൾ വർക്ക് ചെയ്യാനായിട്ട്, അതിനെ ഫിക്സ് ചെയ്യാനാണ് കൂടുതലും പോസിറ്റീവ് സൈക്കോളജി സ്ട്രെങ്തൻ ചെയ്യണത്. സോറി. മാം സംസാരിക്കുന്നുണ്ടോ? കേൾക്കുന്നില്ലല്ലോ. ഇല്ല, കുറച്ച് ഡിസ്കംഫർട്ട്, ചുമ വന്നു. വെയിറ്റ്, സോറി. ക്ലിയർ. ഓക്കെ, താങ്ക്സ്. ഓക്കെ, സെൻട്രൽ കമ്പോണൻസ് ഓഫ് ഫെമിനിസം. കൂടുതലും ഇത് മനസ്സിലായോ? ഈ ഗോൾ ഓഫ് പോസിറ്റീവ് സൈക്കോളജി പറഞ്ഞോളൂ മാം. ഓക്കെ, ഇനി സെൻട്രൽ കമ്പോണൻസ് ഓഫ് ഫെമിനിസം നോക്കാം. അപ്പോൾ ഒരു ഫാമിലി, അത് പോസിറ്റീവ് സൈക്കോളജിയിൽ ഫാമിലി എന്ന് കൂടുതലും എങ്ങനെ വൈകാരികമായിട്ടും അവരെ എന്താണ് മാനസികാരോഗ്യം എല്ലാ ഇതും സപ്പോർട്ടീവായിട്ടുള്ള ഒരു അന്തരീക്ഷം ഇതാക്കാനായിട്ട് ഒരു ഫാമിലിയുടെ ഒരു റെസ്പോൺസിബിലിറ്റി, അവരുടെ ഉത്തരവാദിത്തങ്ങൾ ടുവാർഡ്സ് ഫാമിലി. അവരുടെ ഒരു ഫാമിലി എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സാണ്. അപ്പോൾ അവരുടെ ഒരു സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി ടുവാർഡ്സ് ഫാമിലി, എല്ലാവർക്കും ഓരോ മെമ്പേഴ്സിനും ഓരോ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാവും. പിന്നെ പ്രൈമറി ഇമോഷണൽ സപ്പോർട്ട് സോഴ്സ്ഡ് ഇൻ ഫാമിലി, ഇമോഷണൽ സപ്പോർട്ട് ഉണ്ടായിരിക്കണം. വൈകാരികമായിട്ടുള്ള സപ്പോർട്ട്, എന്തെങ്കിലും പ്രശ്നങ്ങൾ, എന്തെങ്കിലും സ്ട്രെസ് അതൊക്കെ വന്നാൽ അത് കൈകാര്യം ചെയ്യാൻ അറിഞ്ഞിരിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും മെമ്പേഴ്സ് അത് അറിഞ്ഞിരിക്കണം. പിന്നെ ഇന്റർ കണക്റ്റഡ്നെസ് എമംഗ് ഫാമിലി മെമ്പേഴ്സ്, പരസ്പരം കണക്റ്റഡ് ആയിരിക്കണം ഫാമിലി മെമ്പേഴ്സ്. കൺസിഡറിങ് ദ ഒപ്പീനിയൻ ഓഫ് ഫാമിലി മെമ്പേഴ്സ് ഡ്യൂറിങ് ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻസ്, എന്തെങ്കിലും ഡിസിഷൻ പ്രാധാന്യമായിട്ടുള്ള എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കണമെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവരെ പരിഗണിക്കണം, അവരുടെ അഭിപ്രായങ്ങളൊക്കെ പരിഗണിക്കണം. പിന്നെ ബീയിങ് കോൺസെൻട്രേറ്റ് ഓഫ് ഓൺ ബിഹേവിയർ ടു മെയിൻറ്റെയിൻ ഫാമിലി ഓണർ, അവർ ഓൺ ബിഹേവിയർ, ഇപ്പോൾ ഫാമിലി ഓണറിൻ്റെ ഫാമിലി അവർ
കുടുംബത്തിൻ്റെ ബഹുമാനവും ബഹുമതിയും ഒക്കെ നോക്കിയിട്ട് നമ്മളുടെ ബിഹേവിയേഴ്സും കൺസിഡർ ചെയ്യണം. അത് ഇപ്പം നല്ല അവരെ ഫാമിലിയുടെ വെൽബീയിങ്ങിന് വേണ്ടിയിട്ട് നമ്മളുടെ ബിഹേവിയറും കൺസിഡർ ചെയ്യണം. ഇല്ലെങ്കിൽ ചൂസിങ് ഫാമിലി പ്രിഫറൻസസ് ഓവർ ഇൻഡിവിജ്വൽ പ്രിഫറൻസസ് നമ്മളുടെ വ്യക്തിപരമായിട്ടുള്ള പ്രിഫറൻസിനേക്കാളും നമ്മൾ ഫാമിലി പ്രിഫറൻസ് ആണ് കൂടുതലും ചൂസ് ചെയ്യേണ്ടത്. പോസിറ്റീവ് സൈക്കോളജിയിൽ ഫാമിലിയുടെ കമ്പോണൻസ് ആണ് ഇതൊക്കെ. കൂടുതലും റെസ്പോൺസിബിലിറ്റി ഉണ്ടാവുക, ഇമോഷണൽ സപ്പോർട്ട് ഉണ്ടാകുക, ഇന്റർ കണക്റ്റഡ്നെസ് ഉണ്ടാകുക, പിന്നെ ഫാമിലി മെമ്പേഴ്സിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻസ് എടുക്കാൻ ഒപ്പീനിയൻസ് ഒക്കെ നമ്മൾ കൺസിഡർ ചെയ്യുക. പിന്നെ ഫാമിലി ഓണർ കീപ്പപ്പ് ചെയ്യുക. അതേപോലെ ഇൻഡിവിജ്വൽ പ്രിഫറൻസ് അല്ലാതെ ഫാമിലി പ്രിഫറൻസസ് കൂടുതലും ചൂസ് ചെയ്യുക. നെക്സ്റ്റ് പോയിന്റാണ് നമ്മൾ പഠിക്കാൻ പോണത് ദ സർകംപ്ലെക്സ് മോഡൽ ഓഫ് ഫാമിലി. അതിൽ 3 പോയിന്റ്സ് ഉണ്ട്: ഫാമിലി കൊഹഷൻ, ഫ്ലെക്സിബിലിറ്റി ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഫാമിലി കൊഹഷൻ ഒരു അടുപ്പം, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫാമിലീസ് ഉണ്ട്. ചില ആളുകൾ അത്ര അടുപ്പുണ്ടാവില്ല, ഒരു കണക്റ്റഡ്നെസ് ഉണ്ടാവില്ല, ഒരു ഡിസെൻഗേജ്ഡ് ആയിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബന്ധം ഉണ്ടാവില്ല, സെപ്പറേറ്റഡ് ആയിരിക്കും ചില ഫാമിലീസ്. ചിലപ്പോൾ വീടുകളിൽ മാറി മാറി താമസിക്കണവരോ അങ്ങനെയുള്ളവരായിരിക്കും ഒരു ഫാമിലി മെമ്പേഴ്സ്, പക്ഷേ സെപ്പറേറ്റ് ആയിട്ടുള്ളവർ. ചില ഫാമിലി മെമ്പേഴ്സ് കണക്റ്റഡ് ആയിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും അവരെല്ലാ കാര്യത്തിനും സഹകരിക്കും. എൻമെഷ്ഡ് ഫാമിലീസ് വെച്ചാൽ ഇങ്ങനെ വളരെ വളരെ ക്ലോസ്, ടൈറ്റ്ലി ക്ലോസ് ടുഗെദർ, അടയും ചക്കരയും പോലത്തുള്ള ഫാമിലികളും. അപ്പോൾ പിന്നുള്ളത് ഫ്ലെക്സിബിലിറ്റി. ഓരോ റൂൾസ് ഉണ്ട്. റിജിഡ് ഫാമിലി ആണോ, അത് സ്ട്രക്ചേർഡ് ആണോ, ഭയങ്കര സ്ട്രിക്റ്റ് ഉള്ള ഫാമിലീസ് ഉണ്ട്. സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ചില റൂൾസ് റെഗുലേഷൻസ് ഒക്കെ ഉള്ള ഫാമിലീസ് ഉണ്ട്. ഫ്ലെക്സിബിൾ, ഇടയ്ക്ക് ഇങ്ങനെ ചേഞ്ച് ആകുമ്പോൾ ഇടയ്ക്ക് നല്ലത് ഇതാകും, അങ്ങനെ ഒരു ഫ്ലെക്സിബിൾ ടൈപ്പ് ഓഫ് ഫാമിലീസ് ഉണ്ട്. പിന്നെ കയോട്ടിക് ഫാമിലീസ് ഉണ്ട്. ഒറ്റ ഇതിലും ഒന്നിനും വിട്ടുവീഴ്ച നൽകാത്ത ഫാമിലീസും ഉണ്ട്, വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള. പിന്നെ കമ്മ്യൂണിക്കേഷൻ. ചില ഫാമിലീസ് നല്ല എമ്പതി ആയിരിക്കും, എമ്പതി ഓഫ് ആക്റ്റീവ് ലിസണിങ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരുത്തരുടെ പ്രശ്നങ്ങളിൽ അവരെ പ്രശ്നങ്ങളായിട്ട് കരുതി അവർ പ്രശ്നങ്ങളൊക്കെ ലിസൺ ചെയ്യും. ഇങ്ങനെയുള്ള ഫാമിലീസിൽ കൂടുതലും ഹൈ കമ്മ്യൂണിക്കേഷൻസ് ഉള്ള ഫാമിലീസ് കൂടുതലും ബാലൻസ്ഡ് ഫാമിലീസുമാകും. ഇതാണ് സർകംപ്ലെക്സ് മോഡൽ ഓഫ് ഫാമിലി. എങ്ങനെയുള്ള എങ്ങനെ ടൈപ്പ് ഓഫ് മോഡൽസ് ഓഫ് ഫാമിലി എന്നുള്ളത്: ഫാമിലി കോഷൻ, ഫ്ലെക്സിബിലിറ്റി ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ബാലൻസ്ഡ് ഫാമിലീസ് എപ്പോഴും നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകും എന്നാണ് പറയപ്പെടുന്നത് പോസിറ്റീവ് സൈക്കോളജിയിൽ. ഇനി 6 ഡയമെൻഷൻസ് എസെൻഷ്യൽ ഇൻ ഫാമിലി ഫങ്ഷനിങ്. ഒരു ഫാമിലി നന്നായി ഫങ്ഷൻ ചെയ്യാൻ എന്തൊക്കെ അത്യന്താപേക്ഷിതമാണ്? 6 ഡയമെൻഷൻ ഉണ്ട് അതിൽ: പ്രോബ്ലം സോൾവിങ്, കമ്മ്യൂണിക്കേഷൻ, റോൾസ്, എഫക്റ്റീവ് റെസ്പോൺസീവ്നെസ്, എഫക്റ്റീവ് ഇൻവോൾവ്മെന്റ്, ബിഹേവിയർ കൺട്രോൾ. കൂടുതലും പ്രോബ്ലം സോൾവിങ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ അത് സോൾവ് ചെയ്യാവുന്ന, പ്രോബ്ലം സോൾവ് ചെയ്യുന്ന ഒരു ഫാമിലി ഫങ്ഷനിങ് ആവണം. ഏതെങ്കിലും ഫാമിലി മെമ്പേഴ്സിന് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായാൽ അത് ടുഗെദർ അത് ആ റെസൊല്യൂഷൻ ഉണ്ടാക്കണം, ആ സോൾവ് ചെയ്യണം അത്. പിന്നെ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം നന്നായിട്ട്, എല്ലാ ഫാമിലി മെമ്പേഴ്സും നന്നായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉള്ളവരായിരിക്കണം. പിന്നെ ഓരോരുത്തർക്കും ഓരോ റോൾസ് ഉണ്ടായിരിക്കും. പിന്നെ ഓരോ മുതിർന്ന ആൾക്കാർ, കുട്ടികൾ, അങ്ങനെ ഓരോരോ മെമ്പേഴ്സിനും ഓരോ റോൾസ് ഉണ്ടായിരിക്കണം. പിന്നെ എഫക്റ്റീവ് റെസ്പോൺസിബിലിനെസ്, എല്ലാവർക്കും അവരുടേതായ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടായിരിക്കണം. പിന്നെ എഫക്റ്റീവ് ഇൻവോൾവ്മെന്റ്, എല്ലാത്തിലും ഇൻവോൾവ്മെന്റ് ആയിരിക്കണം. എന്ത് ഫാമിലി ഫങ്ഷൻസ് എന്തായാലും, എല്ലാ കാര്യങ്ങളിലും, ഇപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടായാലും നല്ല കാര്യങ്ങൾക്കും എന്തിനായാലും ഫാമിലി എല്ലാ മെമ്പേഴ്സും ഇൻവോൾവ്മെന്റ് ഉണ്ടായിരിക്കണം. പിന്നെ ബിഹേവിയർ കൺട്രോൾ, എല്ലാവർക്കും ഒരേ ബിഹേവിയർ ആയിരിക്കില്ല. കുട്ടികൾക്ക് കുട്ടികളുടേതായ ബിഹേവിയർ, മുതിർന്നവർക്ക് അങ്ങനെ ഓരോരുത്തർക്കും കൺട്രോൾഡ് ആണ് ബിഹേവിയർ.
കൺട്രോൾ വേണം. അവരുടേതായ ബിഹേവിയർ ഇഷ്ടംപോലെ അങ്ങനെ ചാടിക്കയറുന്ന സംസാരിക്കാനൊന്നും കുട്ടികൾക്ക് പറ്റൂല. പിന്നെ അതേപോലെ മിണ്ടാതിരിക്കാനൊന്നും പറ്റൂല. അങ്ങനെ ഒരു ബിഹേവിയർ കൺട്രോൾ ഉണ്ടായിരിക്കണം. ഇതാണ് ഒരു 6 ഡയമെൻഷൻസ് എസെൻഷ്യൽ ഇൻ ഫാമിലി ഫങ്ഷൻ. അതായത് ഒരു ഫാമിലി ഫങ്ഷൻ ചെയ്യാനായിട്ട് ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. ഒരു 6 ഡയമെൻഷൻസ് ഉണ്ടായിരിക്കണം. പ്രോബ്ലം സോൾവിങ്, കമ്മ്യൂണിക്കേഷൻ, റോൾസ്, എഫക്റ്റീവ് റെസ്പോൺസീവ്നെസ് ആൻഡ് എഫക്റ്റീവ് ഇൻവോൾവ്മെന്റ് ആൻഡ് ബിഹേവിയർ കൺട്രോൾ. നെക്സ്റ്റ് ആണ് നമ്മൾ പഠിക്കാൻ പോണത് പോസിറ്റീവ് സൈക്കോളജി ഇൻ ഫാമിലി കോണ്ടെക്സ്റ്റ്. ഇതും ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ഈ 3 ഇതിലും ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിരിക്കും. ഈ റിലേഷൻഷിപ്പ്, ഫാമിലി ആൻഡ് ഏജിങ്. അപ്പോൾ ഈ ഫാമിലി ഇത് പോസിറ്റീവ് സൈക്കോളജി ഇൻ ഫാമിലി കോണ്ടെക്സ്റ്റ് ഇത് ഒരു 3 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 10 ക്വസ്റ്റ്യൻസ് ആയാലും വരാം. ഇത് നമുക്ക് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാനും പറ്റും. 10 മണിയായിരുന്നു. മാം കണ്ടിന്യൂ ചെയ്യണോ അല്ലെങ്കിൽ വേറൊരു ദിവസം മതിയോ? കണ്ടിന്യൂ ചെയ്യാം. നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലേ കണ്ടിന്യൂ ചെയ്യാം. നമ്മൾ 6:30 to 7 അല്ലേ. നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് ക്ലോസ് ചെയ്യാം. എനിക്കിത്തിരി ഒരു സിക്നസ് ഇഷ്യൂസ് ഉണ്ട്. അല്ലെങ്കിൽ വേറൊരു ദിവസമായാലും ഓക്കെ. നോ പ്രോബ്ലം, കുഴപ്പമില്ല. അതല്ല, ഇത് പറഞ്ഞ് പൂർത്തീകരിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം. നിങ്ങളുടെ സൗകര്യം പോലെ. എന്താ പറഞ്ഞത്? നിങ്ങൾക്ക് ഇപ്പൊ എടുത്ത ഈ ടോപ്പിക്ക് പൂർത്തീകരിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം. നിങ്ങൾ ഇഷ്ടം പോലെ. എനിക്ക് സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. നാളെ എടുക്കാൻ കഴിയുമോ അതോ മറ്റൊരു ദിവസം? നാളെ എടുക്കാം. ഡെഫിനറ്റ്ലി. അപ്പൊ ബാക്കി നമുക്ക് ഓക്കെ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ക്ലാസ് എല്ലാവർക്കും മനസ്സിലായോ? നല്ല ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് എന്നുള്ളതും എക്സാം പോയിന്റ് ഓഫ് വ്യൂലും മാത്രമല്ല ലൈഫിലും വളരെ പ്രധാനപ്പെട്ട സാധനമാണെന്നുള്ള മനസ്സിലായി. ഒരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക് ഒക്കെ ആണ്. പക്ഷെ ഞാൻ ഇത്തിരി നോട്ട് വെൽ ടുഡേ. ഓരോരുത്തരുടെ എക്സ്പീരിയൻസും പിന്നെ ഫിസിക്കൽ കണ്ടീഷനും ഒക്കെ നമുക്ക് പറയാം. നിങ്ങൾ മെറ്റീരിയലും ഷെയർ ചെയ്യുകയാണെങ്കിൽ നന്നായിരുന്നു. കാരണം ഇത് നോക്കിയാൽ തന്നെ എക്സാം എഴുതാൻ പറ്റും. താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പോൾ നമുക്ക് നാളെ കാണാം. Audience, okay, apologies for the inconvenience, but we will continue tomorrow. Expecting. Thank you. Okay. Thank you.